മാത്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നോക്കാം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ കുറച്ചധികം കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ നമുക്കറിയാം കാറ്റഗറി നമ്പർ 466/2021 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ 10th പ്രിലിംസിന്റെ റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LDയുടെതും അതുപോലെ തന്നെ നമ്മുടെ VFAയുടെ പത്തനംതിട്ടയുടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി റിസൾട്ടുകൾ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ 466/2021 എന്ന് പറഞ്ഞിട്ട് 22,000 രൂപ മുതൽ 48,000 രൂപ വരെ സാലറി സ്കെയിൽ വരുന്ന ഒരു ജോലിയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കേരള പോലീസ് കോൺസ്റ്റബിളിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ് നിലവിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നിട്ടുള്ളതാണ്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 129ഓളം വേക്കൻസികളാണ്, 29 വേക്കൻസീസ് ആണ് നമ്മുടെ IRBക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേക്കൻസി കൂടും, അതിനനുസരിച്ച് ആളെയും അവർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 29-ാം തീയതി, 29 എന്ന് പറയുമ്പോൾ 2022 29-ാം തീയതിയും അതുപോലെ തന്നെ 13-ാം തീയതി 2021 13-ാം തീയതിയും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ആണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇതുവരെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ബാക്കി വേക്കൻസികൾ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് പുതിയ ലിസ്റ്റ് നമ്മുടെ IRBയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൽ അപേക്ഷ ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ വാർത്തകളുടെ കുറച്ച് കമ്പൈൻഡ് സാധനങ്ങളാണ്. വേറെ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് നമ്മൾ അറിഞ്ഞതാണ് 253 തസ്തികകളിലേക്കായിട്ട് മെഗാ വിജ്ഞാപനത്തെ തുറന്നുകൊണ്ട് നമ്മുടെ കേരള PSCയുടെ സൈറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ് യൂണിവേഴ്സിറ്റി LGS എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ. 7ാം ക്ലാസ് പാസ്സായവർ, എന്നാൽ നമ്മുടെ ഡിഗ്രി ഇല്ലാത്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, ഈ ഒരു യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന എക്സാമിനേഷനിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. യൂണിവേഴ്സിറ്റി LGSൽ എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് നിലവിൽ ഇപ്പോൾ 1000-ൽ കൂടുതൽ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയാനായിട്ട് കഴിയുന്നത്. കാര്യം ഈ ഒരു വാർത്ത നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ ആദ്യ വിജ്ഞാപനം ഇക്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാനും ബിരുദം നേടാത്തവർക്കുമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ലെങ്കിലും വിവിധ സർവകലാശാലകളിലേക്കായിട്ട് ഏകദേശം 1000-ഓളം ഒഴിവുകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 1 ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറയുന്നത് 5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് മാറാം കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യത ഉള്ളൊരു എക്സാമിനേഷനാണ് യൂണിവേഴ്സിറ്റി LGS. അതിൽ ഏകദേശം 1000-1200-ൽ കൂടുതലോളം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു എക്സാമിനേഷനാണ് യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ തസ്തികയുടെ 13 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി ഒഴിവുകൾ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം 1000-ൽ കൂടുതൽ ഒഴിവുകളിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS മാറാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 6 ലക്ഷം അപേക്ഷകൾ നിലവിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. 6 ലക്ഷം അപേക്ഷകളാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 4 ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ 2018-നേക്കാളും 1.9 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം ആൾക്കാർ യൂണിവേഴ്സിറ്റി LGS അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് കുറവാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അപേക്ഷയിലും കുറവുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേറെ കുറച്ച് സംശയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വേറിട്ട് നടത്താനുള്ള ആലോചന വന്നിട്ടുണ്ടെന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സർവകലാശാല അസിസ്റ്റന്റ് സംബന്ധിച്ച് ജനുവരി അവസാനത്തോടെ PSC തീരുമാനം വന്നേക്കും. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്ത സെപ്റ്റംബറിൽ 27-ാം തീയതി അവസാനിക്കും എന്ന് പറയുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കോടൊപ്പമാണ് ഈ പരീക്ഷ നടത്തേണ്ടത്. എന്നാൽ ഇത്തവണ അങ്ങനെ നടത്തണോ
അതോ ഈ തസ്തികയ്ക്ക് മാത്രമായിട്ട് പരീക്ഷ നടത്തണോ എന്നൊരു കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. പ്രിലിമിനറി മെയിൻസ് രീതിയിൽ പരീക്ഷ നടത്തിയാൽ ഈ വർഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. സമാന യോഗ്യതയുള്ള തസ്തികകൾക്കൊപ്പം ഒറ്റ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ മതിയോ എന്ന രീതിയിലും ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ ഒറ്റയ്ക്ക് നടത്താനായിട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ നടത്താതെ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതകളും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാര്യത്തിലൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കേരള PSCയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്നും വന്നിട്ടില്ല. ഇത് വാർത്തകളുടെ കാര്യമാണ്. അപ്പോൾ വാർത്തകൾ കെട്ടിച്ചമച്ചതാണോ ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതുപോലൊരു വാർത്ത വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർവകലാശാല ലാസ്റ്റ് ഗ്രേഡിന് 2 ഘട്ട പരീക്ഷ അനിവാര്യമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാർത്ത ഒന്ന് വായിച്ചു നോക്കാം. സർവകലാശാലയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് നിയമനത്തിനുള്ള ആദ്യ വിജ്ഞാപനം കഴിഞ്ഞ ആഴ്ച PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന വിജ്ഞാപനമാണിത്. ഏറെ ആവേശത്തോടെയാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആദ്യ ആഴ്ചയിൽ തന്നെ അപേക്ഷകരുടെ എണ്ണം 20,000 കടന്നിട്ടുണ്ട്. 6 ലക്ഷത്തിലേറെ അപേക്ഷകൾ ലഭിക്കുമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ 13 സർവകലാശാലകളിലേക്കായിട്ട് 1000-ഓളം ഒഴിവുകൾ ഉള്ളതായിട്ടാണ് വിവരം വന്നിട്ടുള്ളത്. 10 വർഷത്തിലേറെയായിട്ട് സർവകലാശാലകളിൽ ഈ തസ്തികയിലേക്ക് സ്ഥിര നിയമനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേക്കൻസികൾ കൂടുതലായിരിക്കും. യോഗ്യത നിശ്ചയിച്ച് ഉത്തരവുകൾ ഇറക്കിയിട്ടും സാങ്കേതിക തടസ്സത്തിന്റെ പേരിൽ 2 വർഷത്തോളം വിജ്ഞാപനം വൈകിയിട്ടുണ്ടായിരുന്നു. യോഗ്യതയിലെ പിശക് തിരുത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തത് ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള PSC തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള തസ്തികകളിൽ 2 ഘട്ട പരീക്ഷ നടത്തുന്നത് ധനദുർവിനിയോഗവും അതുപോലെ തന്നെ സമയനഷ്ടവും വരുത്തുമെന്നാണ് ഈ മേഖലയിലെ ചില വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചാലും ഇതൊക്കെ കേരള PSC തീരുമാനിച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. ബിരുദധാരികൾക്ക് ഈ ഒരു അപേക്ഷയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് യോഗ്യത. അതുപോലെ തന്നെ 7ാം ക്ലാസ് ജയിക്കണം, ബിരുദം പാടില്ല. ഓക്കെ, ആ കാര്യത്തിൽ ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇപ്പോൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞാൽ 10th 12th ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ലെന്നാണ് പറയുന്നത്. ഈ വർഷം തന്നെ പരീക്ഷ നടത്തി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും എത്രയും വേഗം നിയമനം ആരംഭിക്കണമെന്നുമാണ് സർവകലാശാലകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാമിനേഷന്റെ റിസൾട്ടുകൾ എത്രയും വേഗം തന്നെ ഉണ്ടാകും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തോളമായിട്ട് ഇതിനകത്ത് സ്ഥിര നിയമനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസികളെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫില്ല് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും എത്രയും വേഗം നിയമനം ആരംഭിക്കണമെന്നുമാണ് സർവകലാശാലകൾ ആവശ്യപ്പെട്ടത്. രഹസ്യ സ്വഭാവമുള്ള പരീക്ഷാ വിഭാഗങ്ങളിൽ പോലും താൽക്കാലികക്കാരാണ് ഈ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി LGSൽ മൊത്തം ഇപ്പോൾ നിലവിൽ താൽക്കാലികക്കാരാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പലതവണ സർവകലാശാലകൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ PSC നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തിരഞ്ഞെടുപ്പിന് 2 ഘട്ട പരീക്ഷ നടത്തണോ എന്നതിൽ കമ്മീഷൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫൈനൽ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതേ യോഗ്യതയിൽ നിഷ്കർഷിച്ചുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് 2 ഘട്ട പരീക്ഷയുള്ളതിനാലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതെന്നും അതേ രീതിയിൽ സർവകലാശാല LGSനും സ്വീകരിച്ചാൽ നിയമനം നീണ്ടുപോകുമെന്നും ഉള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ എത്രയും വേഗം അപ്പോയിൻമെന്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതും നമുക്കറിയാം. 2 ഘട്ട പരീക്ഷ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ഉള്ളതിനാൽ എന്തായാലും ഒരുപാട് താമസിക്കുന്നുള്ളതിനാലും ഈ ഒരു യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന എക്സാമിനേഷൻ ഒറ്റഘട്ട പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള തസ്തികകളിൽ 2 ഘട്ട പരീക്ഷ നടത്തിനാൽ ധനദുർവിനിയോഗവും PSCക്ക് ഉദ്യോഗാർത്ഥികൾക്കും സമയനഷ്ടവും വരുത്തുമെന്നതും ഒരുപാട് വിദഗ്ധ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സർവകലാശാലകളിലെ അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇത്തവണ അപേക്ഷകർ കുറഞ്ഞത് 2 ഘട്ട പരീക്ഷാ പരിഷ്കാരം കാരണമാണെന്നുള്ള വാദവും ചില കേന്ദ്രങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേ സ്ഥിതി ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനും ഉണ്ടാകാതിരിക്കാൻ പരീക്ഷാ രീതി എത്രയും വേഗം PSC വ്യക്തമാക്കണമെന്ന ആവശ്യവും ഉദ്യോഗാർത്ഥികളിൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താനും ഇത് സഹായിക്കുമെന്നും ഈ ആവശ്യം PSC ഗൗരവത്തിലെടുക്കണമെന്നും എന്ത് ചെയ്യുന്നു ഈ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ PSC ഗൗരവത്തിലെടുത്താലേ ഇതൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതിനാലും അപ്പോയിൻമെന്റ്സ് വേഗം നടക്കണം എന്നുള്ള ഈ ഒരു റീസണാലും നമുക്ക് എന്തായാലും ഈ 2 ഘട്ട പരീക്ഷ എന്നുള്ള കാര്യത്തിൽ കേരള PSC ഇതുവരെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചാൻസും തള്ളിക്കളയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും IRB
IRBയുടെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ആദ്യത്തെ തൊഴിൽ വീതിയുടെ ഫസ്റ്റ് വീക്കിൻ്റെ സെഷൻ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വീക്കിലേക്കുള്ള ലാസ്റ്റ് PDF ഞാൻ ഇന്ന് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ പെലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു PDF വരുന്നുണ്ട്. ആ പെലയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്ക്രോൾ ഔട്ട് ചെയ്താൽ പെലയുടെ ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ക്ലാസ്സും കൂടി നിങ്ങളൊന്ന് കാണുക. പിന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെ അത് നിങ്ങൾ പറയണേ, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് കുറച്ചായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളിലേക്ക് അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.